കാലത്ത് 8 മണിക്കാണ് ഈ സമരം ആരംഭിച്ചത്. പോലും മരുന്ന് പുറത്തേക്ക് എഴുതേണ്ട ഗതികേടിലേക്ക് ഈ മെഡിക്കൽ കോളേജിന് തള്ളിവിട്ട കേരള എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കലക്ടർ മാത്രമല്ല വകുപ്പ് മന്ത്രി പോലും ഇടപെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട്, സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് പാവപ്പെട്ട രോഗികൾക്ക് കിട്ടാവുന്ന ഒരു ആശ്രയം ഈ മെഡിക്കൽ കോളേജിൽ ആ വിഷയം പരിഹരിക്കാൻ പോലും ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പോ മന്ത്രിയോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ആരോഗ്യമന്ത്രി ഇടപെട്ട് വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആളുകൾക്ക് ചികിത്സയില്ല. അപ്പം മരുന്നും ചികിത്സയും കിട്ടാവുന്ന പഴയ സാഹചര്യം പുനഃസ്ഥാപിക്കാൻ ആരോഗ്യമന്ത്രി മുൻകെടുക്കണം എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്. നാളെ രാവിലെ ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ളിൽ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ അത് പിന്നെ ഞങ്ങൾ DCCയുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. തുടർ സമരം എങ്ങനെ വേണമെന്നുള്ളത് DCCയുമായി ആലോചിച്ച് ആ കാര്യങ്ങൾ തീരുമാനമുണ്ടാകും. ഈ സംഭവം പോലെ മരുന്ന് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾ ആരെങ്കിലും ഈ സമരപന്തലിൽ സമീപിച്ചു? വന്നു കുറേ ആളുണ്ട്, ഒരുപാട് ആളുണ്ട്.